ഹലോ. ഹലോ, ക്രിസ്ത്യൻ ബ്രദറല്ലേ? അതെ അതെ. ഞാൻ ചേർത്തല എന്നാ വിളിക്കുന്നത്. പറയൂ. ബ്രദറിന്റെ എവിടെയാ? എറണാകുളം. എറണാകുളമാണല്ലേ? നമ്മുടെ അടുത്താണ്. ഞാൻ ബ്രദറിന്റെ ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടപ്പോഴേ വലിയ വിഗ്രഹാരാധനയെ കുറിച്ചൊക്കെ ബ്രദർ പറയുന്നത് കേട്ടു. അപ്പൊ അതേക്കുറിച്ച് ഒന്ന് ചോദിക്കാമല്ലോ എന്ന് വരെയാണ് വിളിക്കുന്നത്. അപ്പൊ ഈ വിഗ്രഹാരാധന നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ഇങ്ങനെ നടത്തുന്നു എന്ന് ആളുടെ ബ്രദർ പറയുന്നത്. അതെ. അത് എന്തുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് ബ്രദർ അങ്ങനെ പറയാൻ കാര്യം? അത് കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വിഗ്രഹാരാധനയെ കുറിച്ച് പഴയ നിയമത്തിൽ രൂപങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അറിയാമല്ലോ. അറിയാം. നമ്മുടെ പള്ളികളിലുള്ള കർത്താവിന്റെ രൂപം നവന്മാരുടെയൊക്കെ രൂപമായി അത് ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ലല്ലോ. ബ്രദർ പോകുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് അതിനെയാണോ ആരാധിക്കുന്നത് അതോ കർത്താവിനെയാണോ ആരാധിക്കുന്നത്? ഇന്ന് പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ കാണുന്നത് എന്താണ് യഥാർത്ഥത്തില്? കാണുന്ന രൂപമാണ്. അത് എന്തിനാണ് പ്രാക്ടിക്കൽ സൈഡിൽ ഇന്ന് ഇപ്പൊ നടക്കുന്നത് ആരാധനയാണോ അല്ലയോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവരും അതിനെ മാലയിട്ട് വണങ്ങുന്നു. ഇപ്പൊ തങ്കിപ്പള്ളിയിൽ ഒരു മാലയിടുന്നതല്ല, തങ്കിപ്പള്ളിയിൽ ആ സംഭവം മുടി വളരുന്നു, ചിലത് തേനും പാലും ഒഴുക്കുന്നു. ഈ ഒരു മിനിറ്റ്, ഈ മുടി വളരുന്നു എന്നൊക്കെ പറയുന്ന അതൊക്കെ പണ്ട് ആൾക്കാരെ ഇങ്ങനെ സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നുള്ളതല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മുടി വളർന്ന രൂപങ്ങള്, അതല്ലെന്നുണ്ടെങ്കിൽ തേനും പാലും ഒഴുക്കുന്ന രൂപങ്ങള്, ഈ വിഗ്രഹത്തിന് മാലയിട്ട് ഇത് ചെയ്യുന്നു. ഈ വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് കിടക്കുന്നു. ഇപ്പൊ മാതാവിന്റെ വിഗ്രഹം കൊണ്ടു നടന്ന് ഓരോ വീടുകളിൽ വെക്കുന്നു. എന്നിട്ട് ആ വീടുകളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മാസങ്ങളിലും ഇത് ഇങ്ങനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന സംഭവങ്ങള്. പിന്നെ പല ടൈപ്പ്. മാതാവിന്റെ തന്നെയാണെങ്കിൽ ഇപ്പോ കുരുക്കഴിക്കുന്ന മാതാവ്, അപ്പൊ അതിനോട് പ്രാർത്ഥിച്ചാൽ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം. ആ വിഗ്രഹം ഉള്ളോടത്താണ് അത്ഭുതം സംഭവിക്കുന്നത്. ആ വിഗ്രഹം ഉള്ളോടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ വലിയ അനുഗ്രഹം ഉണ്ടാവും. ഇനി ഉറങ്ങുന്ന ഔസേപിതാവ്, അതിന്റെ അടുത്ത് വന്ന് തൊട്ടുമുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഗർഭിണി മാതാവ്, അപ്പൊ ഗർഭിണികൾ മുഴുവൻ ഗർഭിണി മാതാവിന്റെ ഒരു വിഗ്രഹത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച അനുഗ്രഹം ഉണ്ടാവും. ഈ വിഗ്രഹത്തെ തൊട്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എങ്ങുള്ളതായിട്ട് എനിക്കറിയത്തില്ല. എല്ലായിടത്തും ആളുകൾ ചെയ്യുന്നത്. ബ്രദർ കണ്ടിട്ടുണ്ടോ വിഗ്രഹത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ? അല്ല, അത് കണ്ടിട്ടുണ്ട്. അതിന്റെ കാര്യം ആൾക്കാരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് ഞാൻ പറയാം. ജനങ്ങൾ അതിനുവേണ്ടി തല്ലുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിനുവേണ്ടി തിക്കി തിരക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിപ്പോ തിരക്ക് ഉള്ള സമയത്ത് തിക്കും തിരക്കും ഉണ്ടാവുക എന്ന് തൊട്ടുമുട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ കാരണം വിശുദ്ധ കുർബാന നടക്കുമ്പോഴും ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഉണ്ടെന്നേ. അത് കുറെ ആൾക്കാർക്ക് അതൊരു ആ വിഗ്രഹം ദൈവമാണ് എന്നുള്ള ഇതിലല്ല അത് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പോ എന്തൊക്കെ വെച്ച് ന്യായീകരിച്ചാലും എവിടെയൊക്കെ ഇട്ട് ന്യായീകരിച്ചാലും ഈ വിഗ്രഹ നിർമ്മാണവും ഈ വിഗ്രഹങ്ങളെ പള്ളിക്കകത്ത് കയറ്റിയതും ഈ വിഗ്രഹങ്ങളെ പള്ളിക്കകത്ത് വെച്ചതും ഇതിനെ മാലയിട്ട് പൂജിക്കുന്നു, ഇതിന് മാലയിട്ട് ബഹുമാനിക്കുന്നു, വണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരണങ്ങളൊക്കെ വയ്ക്കും. ഒരു വിഗ്രഹത്തെ വണങ്ങുന്നതും ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതും പ്രാക്ടിക്കൽ ടൈമിൽ യാതൊരുവിധ വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റത്തില്ല. എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ എല്ലാ ചർച്ചകളിലും കേരളത്തിലോ വിദേശ രാജ്യങ്ങളിലുള്ള സകല സ്ഥലങ്ങളിലും സകല രാജ്യങ്ങളിലും സകല ക്രിസ്തീയ പള്ളികളിലും നടക്കുന്നത് പ്രാക്ടിക്കൽ സൈഡിൽ വിഗ്രഹാരാധന തന്നെയാണെന്ന് നിഷ്പക്ഷമായിട്ട് പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം. പക്ഷെ കത്തോലിക്കരായിരിക്കുമ്പോ ബ്രദറും ഞാനും ഒക്കെ ന്യായീകരിക്കുന്ന പോലെ തന്നെ അതങ്ങനെയല്ല, അത് വണങ്ങാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്, അതങ്ങനെയല്ല, അത് അറിവില്ലാത്ത വിശ്വാസികൾ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തേണ്ടത് ഇപ്പൊ പഴയ നിയമത്തില് അവിടെ ഒരു നെഹുഷ്താൻ എന്ന് പറയുന്ന ഒരു ഓട്ട് സർപ്പത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതിനെ ഇസ്രായേൽ ജനം ധൂപം അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെടുത്ത് കാട്ടിക്കളഞ്ഞു, അതിനെടുത്ത് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകണം. വിഗ്രഹാരാധനയെ ജനം ഒരാള് വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ആ ആളെ പോലും തിരിച്ചു കൊണ്ടുവരാൻ അധികാരികൾക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് ഈ ഓട്ട് സർപ്പത്തിന്റെ അത് ഉയർത്തി അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ആ പോയിന്റിനെ കേന്ദ്രീകരിച്ച് ആ ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ സർപ്പത്തിന്റെ ഇത് ഉയർത്താൻ പറഞ്ഞത്. അത് വെച്ച് ആരാധിക്കാനല്ല, ഒരു പോയിന്റിലേക്കൊന്നും നോക്കാനൊന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനിതിന്റെ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവർ നോക്കിയ വസ്തുവിനാലല്ല അവർ രക്ഷ പ്രാപിച്ചത്. അല്ല, വസ്തുവിനാലല്ല. അപ്പോ ആ ഒരു സ്ഥലത്തേക്ക് നോക്കുക എന്നുള്ളതൊന്നുമല്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. മോസസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടല്ലോ.
മോസസിനെ വിളിച്ചത്. വിളിച്ചപ്പം എന്താണ് ദൈവം ചെയ്തത്? മുൾപ്പടർപ്പിന്റെ ഇടയിൽ അഗ്നിജ്വാലയിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. അഗ്നിജ്വാലയായിട്ടാണ് വന്നത്. അതെന്തിനാ അഗ്നിജ്വാലയായിട്ട് വന്നത്? അവിടെ എവിടെയെങ്കിലും നിന്ന് ദൈവത്തിനെ വിളിച്ചാൽ പോരാഞ്ഞ, മോശം വിളിച്ചാൽ പോരാഞ്ഞ. അപ്പൊ ആ വിളിച്ചതിന്റെ കാരണം ഒരു കേന്ദ്രം അതിനാവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കേന്ദ്രത്തിലേക്ക് മോസസിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് അതിനടുത്തേക്ക് മോസസിനെ വിളിച്ചു. പക്ഷെ ഇപ്പൊ രസം ബ്രദർ പറയുന്ന പോലെ ആണെങ്കിൽ അതിന്റെ ആ പ്രത്യക്ഷത്തിന്റെ ഒരു ആവശ്യമില്ല. എവിടെയെങ്കിലും നിന്ന് ശബ്ദം കേൾപ്പിച്ചാൽ മതി. അങ്ങനെ കേൾപ്പിക്കുമ്പോൾ വെറുതെ ശൂന്യതയിലേക്ക് നോക്കുന്ന ഒരു രീതി ആയിപ്പോകും. ശൂന്യതയിലേക്ക് നോക്കി സംസാരിക്കുന്നു, ആ ഒരു രീതി ആയിപ്പോകും. അപ്പൊ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ. പുതിയ നിയമത്തിൽ എന്താണ് കേന്ദ്രം? നിങ്ങളിപ്പോ ഈ പറഞ്ഞ പഴയ നിയമത്തിലെ മോശയ്ക്ക് ഒരു ആകർഷണീയത, ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അഗ്നിയിൽ, അവിടെ മുൾപ്പടർപ്പിൽ അഗ്നി ഉണ്ടായി. അപ്പൊ മോശം നോക്കിയപ്പോ ഓക്കെ, ആ അഗ്നി ആ മുൾപ്പടർപ്പ് കത്തി ഞെരിങ്ങുന്നില്ലല്ലോ, എന്തോ ഒരു അത്ഭുത പ്രവൃത്തിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ചെന്നു. പുതിയ നിയമത്തില് എന്തിലേക്ക് നോക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ നോക്കേണ്ടത്? പുതിയ നിയമത്തില് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ലോകം മുഴുവൻ എന്നിലേക്ക് നോക്കും, എല്ലാ ജനതകളും എന്നിലേക്ക് നോക്കും എന്ന് വെച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഉയർത്തപ്പെട്ടത് എവിടെയാ? ക്രിസ്തു കാൽവരിയില്, കുരിശിലാണ്, കാൽവരിയിൽ. പിന്നെ ഒന്നുകൂടി ഉയർത്തിട്ടുണ്ട്. എവിടേക്ക് നോക്കാൻ എന്നിട്ട് പറഞ്ഞു? അത് പറഞ്ഞു. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ആ എന്നിലേക്ക് നോക്കുമെന്ന്, ഉയർത്തപ്പെട്ടിടത്തേക്ക് നോക്കുമെന്ന്. ആ ഉയർത്തപ്പെട്ടതിലേക്കുള്ള നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചിട്ട് ക്രൂശ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് നോക്കാനാണോ പറഞ്ഞത്? അല്ല, കുരിശ് ഉണ്ടാക്കി വെച്ചാൽ അല്ലേ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കുരിശ് ഫിസിക്കലി ഉണ്ടാക്കി വെക്കാനാണോ പറഞ്ഞത്? എന്നിട്ട് അതിലേക്ക് ഉണ്ടാക്കി വെക്കാൻ അല്ല, ഫിസിക്കലി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ 2000 വർഷം മുമ്പ് കാൽവരിയിൽ മരിച്ചപ്പോൾ മുതൽ അവനിലേക്ക് നോക്കാൻ തുടങ്ങിയ ജനം മുഴുവൻ ക്രിസ്തുവിലേക്ക് തിരിയാൻ തുടങ്ങി. അപ്പൊ ആദിമസഭയുടെ വിശ്വാസികൾ മുഴുവൻ ഇവിടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല, അല്ലാണ്ട് കുരിശുണ്ടാക്കി വെച്ചിട്ടല്ല അതിനെ വണങ്ങി. അല്ല, ഈ കുരിശിന്റെ ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോയത്. അത് പറയട്ടെ, കുരിശിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഓർമ്മ നിലനിൽക്കാൻ തലമുറകളിലേക്ക് ഇത് കൈമാറണമെങ്കിൽ ഈ കുരിശും കുരിശന്റെ ഈ രൂപം ഇങ്ങനെ ക്രിസ്തു തൂങ്ങി മരിച്ചു എന്നുള്ളതിന് ഒരു തെളിവായിട്ട് അത് ഇത് വേണ്ടേ? അല്ല, സുവിശേഷത്താലാണ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്താലാണ്, അല്ലാതെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല. നിങ്ങളാ പറഞ്ഞത് ബൈബിൾ അതിന് യാതൊരു അടിസ്ഥാനം തരുന്നില്ല. അതാണ് വേണ്ടത്. അതിനാണ് അപ്പസ്തോലന്മാർ അത് എഴുതിയതും. സുവിശേഷം അപ്പസ്തോലന്മാർ ആരെങ്കിലും ഇത് താഴോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു കുരിശുണ്ടാക്കി വെച്ച് അതിന്റെ അകത്ത് ഒരു രൂപത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് തലമുറകളിലേക്ക് പോകാൻ പറഞ്ഞോ? അതെയോ അവര് തലമുറകളിലേക്ക് പോകാൻ പറഞ്ഞോ എന്ന് ചോദിച്ചെന്നാൽ അന്നത്തെ കാലത്ത് ഇന്നത്തേതുപോലുള്ള ഒരു വ്യാപകമായ ഈ ആൾക്കാരുടെ ഒരു ക്രൗഡോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. നമ്മളെക്കാളും വിദ്യാഭ്യാസമില്ലാത്ത, നമ്മളെക്കാളും അറിവ് കുറവുള്ള ആളുകളായിരുന്നു അന്നത്തെ ജനം. എന്നിട്ട് പോലും അവരെന്ത് ചെയ്തില്ല? അവർ ഈ ഫോട്ടോ നോക്കിയില്ല, അവർ ഈ വിഗ്രഹം നോക്കിയില്ല, അവർ ഈ സംഭവത്തിലേക്ക് പോയില്ല. ഞാൻ പറയട്ടെ, അന്ന് വിദ്യാഭ്യാസം കുറവുണ്ടായിരുന്ന ആൾക്കാർ അറിവിൽ കൂടുതലുള്ള അപ്പസ്തോലന്മാർ പറയുമ്പോഴത്തേക്ക് അതനുസരിച്ച് അതേ ചിന്തകളിലേക്കേ പോവുള്ളൂ. ഇന്നത്തെ ജനങ്ങളും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വളർന്നു വരുംതോറും ജനത്തിന് എന്താ സംഭവിക്കുന്നത്? അവര് ചിന്തകളിൽ വ്യത്യസ്തമായിട്ട് ഓരോ കാര്യങ്ങളും കാണുമ്പോഴും അതിനെ വിമർശനാത്മകമായിട്ടും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അവര് ദൈവവചനത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അല്ല, ബ്രദർ പറഞ്ഞ റോങ്ങാണ്. ദൈവവചനത്തിലാണ് അപ്പോ സത്യം തിരിച്ചറിയേണ്ടത്, അല്ലാതെ വിഗ്രഹത്തിലല്ല തിരിച്ചറിയേണ്ടത്. വചനത്തിലാണെന്നേ, വചനത്തിൽ തന്നെയാണ് സത്യം തിരിച്ചറിയുന്നത്. അവിടെ ഞാൻ തിരിച്ചു പറഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ്. അതായത് ആദിമസഭയിൽ അല്ലെങ്കിൽ അതിലും പുറകില് ഇസ്രായേൽ ജനം, അതായത് ഒരു ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധ്യമില്ലാത്തൊരു ജനം, ആ ജനതയ്ക്ക് പോലും ദൈവം വിഗ്രഹം ഉണ്ടാക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിനും ഇല്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല, ഒന്നും കണ്ടിട്ടല്ല. ഞങ്ങളൊരു വിഗ്രഹം ഒന്നും കണ്ടിട്ടല്ല, ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടല്ല, ഏതെങ്കിലും ഒരു കുരിശുരൂപം കണ്ടിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കുരിശു രൂപത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, പകരം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിലാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും അവനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലുമാണ് വിശ്വാസം വരുന്നത്. അപ്പൊ ഈ വിശ്വാസം നിലനിൽക്കേണ്ടതും അതുവഴി തന്നെയാണെന്ന് അപ്പസ്തോലൻ പഠിപ്പിച്ചിരിക്കെ നമുക്ക് ആരധികാരം തന്നു ഇങ്ങനെ ഒരു വിഗ്രഹം വെച്ച് തലമുറയിലേക്ക് ഇങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ? അപ്പസ്തോലികമായ അധികാരമുണ്ടോ? ആദിമസഭ ഇത് ചെയ്തിരുന്നോ? 1-ാമത്തെ നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ സഭ ഇത് ചെയ്തിരുന്നോ? ഒരു സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇതിന് ശേഷം കടന്നു വന്ന ഈ ഒരു കാര്യം, ഈ വിഗ്രഹാരാധന ഇത് വെച്ചിട്ട് ഇന്ന് വിശുദ്ധ കുർബാന
നടക്കുമ്പോ പോലും, കേൾക്കുന്നുണ്ടോ ബ്രദറെ? വിശുദ്ധ കുർബാന നടക്കുമ്പോ പോലും ഈ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്ന, ഈ വിഗ്രഹങ്ങളെ നോക്കി വിഗ്രഹങ്ങളുടെ പിന്നാലെ നടന്ന് അതിനെ പൂവിട്ട് പൂജിച്ച് അതിനെ മാലയിട്ട് ബഹുമാനിക്കാൻ ശ്രമിക്കുന്ന, അത് എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അതിനെ ഉമ്മ വെച്ച് അതിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു തിന്മ പ്രവൃത്തിയെ നമുക്ക് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റും. ഹൈന്ദവരോ മറ്റു വിശ്വാസികളോ വിഗ്രഹാരാധന നടത്തുന്നതും നമ്മൾ നടത്തുന്നതും യാതൊരുവിധ വ്യത്യാസവുമില്ല. രണ്ടും തുല്യം തന്നെയാണ്. പറയുമ്പോ പേരിൽ മാത്രം വ്യത്യാസം. നമ്മൾ നടത്തുന്നത് ബഹുമാനമാണെന്നും നമ്മൾ നടത്തുന്നത് ഇതാണെന്ന് പറയുകയും ചെയ്തു, വണക്കമാണെന്ന് പറയുകയും ചെയ്തു. അവര് നടത്തുന്നത് ആരാധനയാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു. രണ്ടും തമ്മിൽ ഒറ്റ വ്യത്യാസം ഞാൻ കാണുന്നുള്ളൂ, പേരിലുള്ളൊരു. അവരിടുമ്പോ അത് പാന്റും അല്ലെങ്കിൽ നിക്കറും, നമ്മളിടുന്നത് വള്ളിക്കണം. സോ ഇത്ര വ്യത്യാസം. അതെ. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാവുള്ളൂ. ആദ്യം ഒരു കാര്യം, ചെറിയ കാര്യം ചോദിക്കുന്നത്, പള്ളിയില് ബ്രദർ പോകാറുണ്ടല്ലോ, അപ്പൊ കുർബാനയെ കാണാറുണ്ട്. ഈ രൂപങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് ബ്രദറിന് തോന്നുന്നത് മനസ്സിലായി? ഞാൻ കുർബാന കാണാനല്ല പോവാറ്, ഞാൻ കുർബാന ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ഭാഷണത്തിലുള്ള പഴയ അവിടെ രൂപം ഉണ്ടല്ലോ. ഞാൻ പോകുന്ന ചർച്ചുകളില് അൽത്താരയിലില്ല, രണ്ട് സൈഡിലും ഒക്കെ ഉണ്ട്. അതൊക്കെ അതിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതിനെ ഈ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഒരാളും അതിനെ പൂജിക്കാൻ പോവാറില്ല. അതിനെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യേ ഞങ്ങളും ഒന്നും അതിനെ പൂജിക്കാനോ അങ്ങോട്ട് നോക്കാനോ ഒന്നും ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ ബ്രദറെ, ഞാൻ പറഞ്ഞു തരട്ടെ. അത് അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും. കാരണം കോടാനുകോടി ജനങ്ങൾ കിടക്കുകയല്ലേ. അപ്പൊ അതില് കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു തരട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചർച്ചകളുണ്ട്, അത്രേ ഉള്ളൂ. അതിനെ അനുവദിക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ 2-3 ആഴ്ച കൊണ്ട് ഞങ്ങളുടെ പള്ളിയിൽ വിളിച്ചു പറയുന്നു, വലതുവശത്ത് ആണുങ്ങളുടെ നിരയിൽ പെണ്ണുങ്ങൾ ആരും വന്നിരിക്കരുത് എന്ന് 2-3 ആഴ്ച കൊണ്ട് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ എല്ലാ കുർബാനയ്ക്കും പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ പോലീസ് നടപടി സ്വീകരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ചെന്ന് പിടിച്ചു മാറ്റാൻ പറ്റുമോ? ഒക്കെയല്ല. അത് ഓരോരുത്തരും അവനവന്റെ ഹൃദയത്തിൽ ഇതാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന്. എന്റെ കാഴ്ചയിൽ കുർബാന സമയത്ത് ആരും രൂപത്തിന്റെ അടുത്ത് പോകാറില്ല. പിന്നെ രൂപത്തിന്റെ നേരെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ആ രൂപം ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബ്രൂസിലെ രൂപത്തിലേക്ക് പോകുമ്പോ ബ്രദർ സംസാരിക്കുന്നത്, ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് പറ. ബ്രദർ ഇങ്ങനെ തുടരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോ ഒന്ന് പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ബ്രദർ ഇപ്പൊ കുറെ നേരം പറയുന്ന കാര്യത്തിൽ ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് ഞാൻ പറഞ്ഞു. പറയുന്ന കാര്യത്തിൽ ഒരുപാട് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം സമ്മതിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്നൊരു ഒറ്റ വാക്ക് ഞാൻ നിർത്തി. അതാ ഞാൻ പറഞ്ഞത്. ഏതല്ലാന്ന് ബ്രദർ പറഞ്ഞു. ഈ ആരും വിഗ്രഹത്തിലേക്ക് നോക്കാറില്ല, ആ ഒരു സംഭവത്തിലേക്ക് ഒരു കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ പറഞ്ഞു. അല്ല, വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അപ്പൊ കുർബാനയുടെ ഇടയിൽ വിഗ്രഹം വെച്ചിരിക്കുന്നതിൽ വിഗ്രഹത്തിലേക്ക് നോക്കാനല്ല, അത് വിശ്വാസത്താലാണ് വേണ്ടത്, കാഴ്ചയാലല്ല. അപ്പോ ഫാക്ച്വൽ എറേഴ്സ് പറയുമ്പോ ഞാൻ ഇടപെടും. അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. ഞാനത് നിങ്ങളുടെ സംസാരം ഞാൻ ബ്ലോക്ക് ചെയ്യില്ല. പക്ഷെ അല്ല എന്ന അഭിപ്രായം ഞാൻ പറഞ്ഞു. കാരണം നാളെ അതിപ്പോ ബ്രദറിന്റെ അഭിപ്രായം ബ്രദറിന് പറയാമല്ലോ, എന്റെ അഭിപ്രായം എനിക്കും പറയാമല്ലോ. കുർബാനയുടെ ഇടയ്ക്ക് വിഗ്രഹത്തിൽ നോക്കി നിന്ന് ആരാധിക്കുന്നവര് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കുർബാന സമയത്ത് ഉണ്ടായിരിക്കാം, അത് വിട്. ആയിരക്കണക്കിന് ചർച്ചകളുണ്ട്, ചർച്ചകളിൽ അത് അനുവദിക്കുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം. ഉണ്ടായിരിക്കുന്നേ. ബ്രദർ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് ബ്രദർ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ. ഒരു സെക്കൻഡ് ബ്രദർ കുറച്ച് മുമ്പ് ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് സ്ത്രീകളുടെ ഭാഗത്ത്, പുരുഷന്മാരുടെ ഭാഗത്ത് സ്ത്രീകൾ വന്നിരിക്കുന്നത്, ഇതിന് പോലീസ് നടപടി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇതിനോട് സാമ്യപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ പ്രശ്നം പല ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് അതായത് ഒരു യൂദാസ്ലീഹയുടെ ചർച്ചകൾ, സെയിന്റ് ആന്റണിയുടെ ചർച്ചകൾ, ഇങ്ങനെ നൊവേന പള്ളികൾ എല്ലായിടത്തും നോക്കി ഈ സകല നൊവേന പള്ളികളിലും വിശുദ്ധ കുർബാന നടക്കുമ്പോൾ രണ്ട് സൈഡിലും മാതാവിന്റെയും യൗസേ പിതാവിന്റെയും, അല്ലെങ്കിൽ മാതാവിന്റെയും സെയിന്റ് ആന്റണിയുടെയും, മാതാവിന്റെയും യൂദാസ്ലീഹയുടെയും ഇങ്ങനെയുള്ള കുറെ വിഗ്രഹങ്ങൾ വെച്ച് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വിശുദ്ധ കുർബാന യേശു ക്രിസ്തുവിന്റെ ശരീര രക്തമാണെന്ന് പറഞ്ഞ് അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തുന്ന അതേ സമയത്തും ജനം മുഴുവൻ മാലയിട്ട് ഈ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന സംഭവം അനുവദിക്കുന്നത് ഇവിടുത്തെ അധികാരികളാണ്. അത് ജനമല്ല. ജനം വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ വിഗ്രഹം എടുത്ത് ഉടച്ചു കളയാണ് ചെയ്യേണ്ടത്. ഈ വിഗ്രഹം എടുത്ത് ഇവിടെ വെച്ചിരിക്കുന്നത് സഭയാണ്. ഈ വിഗ്രഹം ഇവിടെ അനുവദിച്ചിരിക്കുന്നത് അധികാരികളാണ്. കണ്ണു തുറക്കേണ്ടത് ഈ അധികാരികളാണ്. അവര് തിന്മ മാറ്റണം. അല്ലാതെ പോലീസ് നടപടി അതല്ല അവിടെ ചെയ്യേണ്ടത്. രണ്ട് പോലീസുകാരെ കൊണ്ടുവന്ന് നിങ്ങൾ വിശുദ്ധ കുർബാനയുടെ മധ്യ ഇത് ചെയ്യരുതെന്ന് പറയലല്ല ചെയ്യേണ്ടത്. ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ സാധനത്തെ ഉടച്ചു കളയുക എന്നുള്ളതാണ്. ഇത് ചെയ്യാത്തതാണ് ഇവിടെ നടക്കുന്ന വിഗ്രഹാരാധനയ്ക്ക് കൊട പിടിക്കുന്ന, അതിന്റെ മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടി വെച്ചിട്ട്
തിന്മയ്ക്ക്, പാപത്തിന് ജനത്തെ വഴിതെറ്റിക്കുന്ന അധികാരികളോടാണ് എന്റെ എതിർപ്പുകൾ. അവർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, പാവപ്പെട്ട വിശ്വാസികള്, ബ്രദർ പറഞ്ഞത് പാവപ്പെട്ട വിശ്വാസികൾ വഴിതെറ്റിപ്പോകുന്നു. ശരി, ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന് വഴി തെളിയിക്കുന്നവർക്ക് അധികാരികളാണ്. അതാണ് എന്റെ ഭാഷ. അതെ, ശരി. അപ്പൊ ഞാൻ ഇത് ബ്രദർ പറഞ്ഞു ഞാൻ ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാനുള്ളത്, ഇപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങള് നമുക്ക് ചർച്ച ചെയ്യാൻ, അത് ചർച്ചയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതിനൊരു ചെറിയ ഒരു മറുപടി ഞാൻ പറഞ്ഞേക്കാം. ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് അപ്പസ്തോലന്മാരുടെ പിന്മുറക്കാര് ശരിയായ രീതിയിൽ ആലോചിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ നിന്നാണ് ഇതിങ്ങോട്ട് വന്നിട്ടുള്ളത്. അതല്ലാതെ ഓരോ അച്ഛന്മാരും കൊണ്ടുവന്ന് വെച്ചതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാരുടെ ആലോചനയില്ലാത്ത കാര്യങ്ങളാണോ പള്ളിയിൽ നടക്കണമെന്നാണോ ബ്രദർ പറയുന്നത്? അതെ, ചരിത്രം പഠിക്കണം, മനസ്സിലാവണം. ശരി, അത് നമുക്ക് ചെയ്യാം. അല്ല, എനിക്ക് മറുപടി പറയാനുണ്ട്. ബ്രദർ പറഞ്ഞോ, ഞാനോട്. അപ്പൊ ഈ പിന്നെ ക്രൂശിത രൂപത്തിലേക്ക് 1, 2, 3, 4, 5 നൂറ്റാണ്ടുകളിലൊന്നും നമ്മൾ ഈ പറയുന്ന വിഗ്രഹങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ പറയുന്ന സാധനങ്ങൾ അതെ, ശരി. 7-ാം നൂറ്റാണ്ടിലാണ് ഐക്ലോക്ലാസ് എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം, പ്രതിസന്ധി വരികയും പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അന്നും സഭാപിതാക്കന്മാരിൽ മിക്ക ആളുകൾക്കും ഈ കാര്യത്തിൽ കൃത്യമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചില ആളുകൾക്ക് മാത്രം അതിന് അനുകൂലമായ നിലപാടുകളുണ്ട് ഈ ഒരു കാര്യത്തിൽ. അന്നും നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പോ കാണുന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന രീതി ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. യേശുവിന്റെ ഛായാചിത്രങ്ങളോ അതൊരു ഇപ്പൊ നമ്മൾ ആദ്യത്തെ കാറ്റക്കോമ്പുകൾ പരിശോധിച്ചു കഴിഞ്ഞു, അതായത് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അതും ജെറുസലേമിലോ അതിന് ചുറ്റുമൊന്നുമല്ല, പൗരസ്ത്യ രാജ്യങ്ങളിലോ അല്ല, പാശ്ചാത്യ രാജ്യങ്ങളിലെ ചില സ്ഥലങ്ങളിൽ കാറ്റക്കോമ്പുകൾ എന്ന് വെച്ചാൽ സിമിത്തേരികൾ, കുഴിമാടങ്ങളൊക്കെ പരിശോധിച്ചാൽ അവിടെ പ്രത്യാശ, ക്രിസ്തുവിനുള്ള പ്രത്യാശ, ഒരു ആട്ടിടയന്റെ ഒരു ആർട്ട്, നമ്മൾ എന്താ പറയാ, ഒരു വ്യക്തമായ ഛായാചിത്രമല്ല. നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു ആട്ടിടയനാണെന്നും ഒരാടും ഒരു മനുഷ്യനെ പോലെയുള്ള രൂപം, ഇത്രയേ ഉള്ളൂ അവിടുത്തെ സംഭവം. ഇതല്ലാതെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്നും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ 5-ാം നൂറ്റാണ്ടിന് 6-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം 8-ാം നൂറ്റാണ്ടിലോ ഭയങ്കര വ്യാപകമായിട്ട് വരുമ്പോഴും അവിടെ പോലും ഈ പറയുന്ന അൾത്താരകളിലോ ദേവാലയങ്ങളുടെ അകത്തോ ഈ ഛായാചിത്രങ്ങളില്ല. അതിന്റെ പുറത്തൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അവിടെയും സഭാപിതാക്കന്മാർ അനുവദിച്ചത് ആരെങ്കിലും ചിത്രങ്ങളിലൂടെ എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ള സംഭവമാണ്. പക്ഷെ ഇന്ന് ചർച്ചകളിൽ നടക്കുന്നത് യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. അപ്പസ്തോലന്മാർ എന്ത് ആഗ്രഹിച്ചോ അതിൽ നിന്നും പൂർണ്ണമായി വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവാലയങ്ങളുടെ അകത്ത് ഈ വിഗ്രഹങ്ങൾ വെച്ച് അതിനെ മാലയിട്ട് അതിനെ പൂജിച്ച് ഈ വിഗ്രഹങ്ങളിൽ അത്ഭുതം നടന്ന് ഈ വിഗ്രഹങ്ങളെ തൊട്ടാൽ നടക്കും, ഈ വിഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ നടക്കത്തില്ല എന്ന അവസ്ഥയിലേക്ക് മാറി. ഇത് എതിർക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വിഗ്രഹങ്ങള് മാറ്റപ്പെടാൻ ആവശ്യമാണെങ്കിൽ അത് പിതാക്കന്മാര് അതിന് നടപടിയെടുത്താൽ മാറ്റാവുന്നതാണ്, അതൊക്കെ. പക്ഷെ ഞാൻ പറയുന്നത് ഇക്കാര്യങ്ങള് സമൂഹത്തിൽ വന്നത് പിതാക്കന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുവാദം കൊണ്ടാണല്ലോ ഇതിങ്ങനെ വളർന്നു വന്നത്. പിതാക്കന്മാർക്ക് എന്ത് തീരുമാനം എടുക്കണമെങ്കിലും അത് അപ്പസ്തോലിക പാരമ്പര്യത്തോട് ചേർന്ന് നിന്നിട്ട് തീരുമാനം എടുക്കാൻ പാടുള്ളൂ. പരിശുദ്ധാത്മാവിൽ സഭ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് ദൈവവചനത്തിൽ അടിസ്ഥാനം വേണം, അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അടിസ്ഥാനം വേണം. പക്ഷേ ഈ ഐക്യങ്ങളുടെ സംഭവത്തിലേക്ക് വന്നപ്പോൾ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ സംഭവം മാറിയത്. അതിനോടാണ് എനിക്ക് ശക്തമായിട്ട് എതിർപ്പുള്ളത്. അത് ആളുകളുടെ മനുഷ്യരുടെ കൈകടത്തലുകളാണ്. പരിശുദ്ധാത്മാവിന് യാതൊരുവിധ ബന്ധവുമില്ല, ദൈവവചനത്തിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ദൈവവചനത്തിൽ അതിന് അടിസ്ഥാനമില്ലെങ്കിൽ അത് സഭാപിതാക്കന്മാരെ തിരുത്തട്ടെ. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, കാര്യം എന്താണെന്നറിയാമോ? ഇപ്പൊ 2 പത്രോസിൽ 1:20 പറയുന്നു, ദൈവവചനം വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ആവശ്യമില്ല. അത് സാധാരണ ജനങ്ങൾക്ക് അതിന് അവകാശമില്ല, അപ്പസ്തോലന്മാർക്ക് വേണ്ടിയുള്ളതാണത്. വചനം വായിക്കും. ആ 2:1:20 എടുക്കാമോ? എടുത്തു, ഞാനെടുത്തു. ആദ്യം നിങ്ങളിത് മനസ്സിലാക്കുക, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. പ്രവചനങ്ങള് നോക്കട്ടെ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. അപ്പോ ആ പ്രവചനങ്ങളായാലും ദൈവവചനങ്ങളായാലും എന്താണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുക, വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ, പ്രവചനങ്ങൾ അത് വിശദീകരിക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ളവർക്കേ അത് പാടുള്ളൂ. പ്രൊഫസീസ്, പ്രവചനങ്ങൾ, പ്രവചനങ്ങള് വിശദീകരിക്കാൻ വിശകലനം ചെയ്യാൻ അതിന് അധികാരപ്പെടുത്തിയിട്ടുള്ളവർക്കേ പാടുള്ളൂ. അല്ല,
അത് എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചേതനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ രൂപം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അല്ല. അതെന്തത് നിങ്ങൾ ഇല്ലാത്തത് എന്തിനാ എനിക്ക് തള്ളി കയറ്റുന്നത്? പറയേ. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായതാണ്. ആണ്. അപ്പൊ അതിന് വ്യാഖ്യാനിക്കാനുള്ള അവകാശം ആർക്കാ? പരിശുദ്ധാത്മാവിനാണോ അതെയോ അധികാരികൾക്കാണോ? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായവരാണല്ലോ അധികാരികൾ എന്ന് പറയുന്നത്. അതായത് ഈ സഭാപ്രമുഖർക്ക് ഇവിടുത്തെ പ്രശ്നം ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. വിശുദ്ധ ലിഖിതങ്ങളെ പ്രവചനങ്ങളൊന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എനിക്ക് എന്റെ സ്വന്തം വ്യാഖ്യാനത്തിന് പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ വ്യാഖ്യാനിക്കാം. ഇത് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് പ്രവചനങ്ങളെ കുറിച്ചാണ്. വിശുദ്ധ ലിഖിതങ്ങളെ പ്രവചനങ്ങളെ കുറിച്ചാണ്. സുവിശേഷങ്ങളും അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളും ഇതെല്ലാം പ്രവചനങ്ങളാണെന്നാണ് ബ്രദർ ഉദ്ദേശിക്കുന്നത്. പ്രവചനങ്ങൾ എന്ത്, ദൈവികമായിട്ടുള്ള സുവിശേഷങ്ങൾ എന്ത്, ഇത് ആദ്യം മനസ്സിലാക്കണങ്ങളല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ അപ്പസ്തോലന്മാരുടെ പ്രവചനങ്ങളെ അല്ല പറഞ്ഞത്. ഇത് പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയാണെന്ന്. അവര് പറയുന്ന കാര്യങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. വിശുദ്ധ ലിഖിതങ്ങൾ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ അത് ഈ അപ്പസ്തോലന്മാർക്കോ അതുപോലെ അധികാരപ്പെട്ടവർക്കോ പരിശുദ്ധാത്മാവിനെ പ്രചോദിതരായിട്ടുള്ളവർക്കോ ആണ് അത് പ്രവചിക്കാനുള്ള ഇതുള്ളത്. ഈ പരിശുദ്ധാത്മാവ് ഒരു സുപ്രഭാതത്തിൽ ഒരാളുടെ ശരീരത്തോട്ട് വന്ന് കയറുന്നതാണോ? അല്ലല്ലോ. പിന്നെ എങ്ങനെ? കാറ്റതിന് വീശുന്നു. കാറ്റതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും. കാറ്റ് വീശാൻ അത് പാരമ്പര്യമാണോ? പരിശുദ്ധാത്മാവ് പാരമ്പര്യമല്ലത്. അത് പാരമ്പര്യമല്ല. പിന്നെന്താ? പരിശുദ്ധാത്മാവ് ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ വേറെ ആരെങ്കിലും വ്യക്തി അധിഷ്ഠിതമാണത്. എന്ത് പരിശുദ്ധാത്മാവ്? ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരാൾക്ക് പരിശുദ്ധാത്മാവിന് വരണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൊടുക്കുന്നതാണോ? ഞാൻ കൊടുക്കുന്നതാണോ? അങ്ങനെയല്ല. അപ്പൊ പിന്നെ എങ്ങനെ? അങ്ങനെയല്ലല്ലോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് വരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം അത്രയേറെ പരിശുദ്ധവും നീതിയുക്തവുമായിരിക്കണം. അപ്പൊ ബ്രദർ ആദ്യം പറഞ്ഞ കാര്യം നേരെ തിരിച്ചേണ്ടി വരും. അതായത് ആരെങ്കിലും ഒരു വ്യക്തിയിലേക്ക് വരുന്നതല്ല പരിശുദ്ധാത്മാവെന്ന്. അതല്ലാന്ന് ഞാൻ പറഞ്ഞു. ദൈവഹിതമാണത്. പരിശുദ്ധാത്മാവ് ദൈവഹിതമാണ്. ദൈവഹിതമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സഭാപിതാക്കന്മാർക്ക് കിട്ടിയിരിക്കുന്ന ദാനങ്ങളും കഴിവുകളും ഒന്നും പരിശുദ്ധാത്മാവില്ലാത്തതാണെന്നോ? സഭാപിതാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്ന ആരാ? സഭാപിതാക്കന്മാർ പത്രോസിന്റെ പിൻഗാമികളായി വന്നിരിക്കുന്നത്. എല്ലാവരും സഭാപിതാക്കന്മാരാണോ? എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ പത്രോസിന്റെ കൂടെ 12 സ്ലീഹന്മാര് 12 പേരുണ്ടല്ലോ. ഒരാള് പൗലോസ് കൂട്ടി 13 ഉണ്ട്. അപ്പം അവരാണ് സഭാപിതാക്കന്മാര്. അപ്പസ്തോലന്മാരാണ്. പത്രോസ് നീ പറയാവുന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ അതായത് നമ്മുടെ തെറ്റിദ്ധാരണ മാറുക. ഒന്ന്, 12 അപ്പസ്തോലന്മാരും പൗലോസും ഒക്കെ അപ്പസ്തോല പദവിയാണ്, അപ്പസ്തോലന്മാരാണ്. പിന്നീട് ഇങ്ങോട്ട് വന്ന 2, 3, 4 നൂറ്റാണ്ടുകളിൽ 5 നൂറ്റാണ്ട്, 6 നൂറ്റാണ്ട്, 7 നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട് വരെ ജോൺ ഓഫ് ദമാസ്കസ് വരെയാണ് സഭാപിതാക്കന്മാരെന്നറിയപ്പെടും. അതിനുശേഷമുള്ളത് അധികാരികൾ എന്ന് മാത്രമാണുള്ളൂ. അല്ലെങ്കിൽ ആ അപ്പസ്തോലിക പാരമ്പര്യം തുടരുന്നവർ സഭാപിതാക്കന്മാരെന്ന് പൊതുവെ കത്തോലിക്ക സഭ പോലും വിശേഷിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് 7-ാം നൂറ്റാണ്ട് വരെയുള്ള ജോൺ ഓഫ് ദമാസ്കസിനെ വരെയാണ് സഭാപിതാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന എല്ലാം പേരും സഭാപിതാക്കന്മാരായി കത്തോലിക്ക സഭ പോലും അംഗീകരിക്കുന്നു. ബ്രദർ, ഇത് എന്റെ പഠനമല്ല ഞാൻ പറഞ്ഞത്. ബ്രദർ പോയിട്ട് ആധികാരികമായി പഠിച്ചു നോക്കുക. ജോൺ ഓഫ് ദമാസ്കസ് വരെയാണ് നമ്മൾ സഭാപിതാക്കന്മാർ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ആരാണ് സഭാപിതാക്കന്മാർ എന്നുള്ളത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ചില ആളുകള് ജോൺ ഓഫ് ദമാസ്കസിനെ പോലും സഭാപിതാവായിട്ട് അംഗീകരിക്കാത്ത ആളുകളും ഉണ്ട്. പക്ഷെ ഒരു പരിധി വരെ 7-ാം നൂറ്റാണ്ട് വരെയുള്ള ജോൺ ഓഫ് ദമാസ്കസ് വരെയാണ് സഭാപിതാക്കന്മാർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അത് ബ്രദറിന്റെ തെറ്റിദ്ധാരണയാണ്. ഇന്നുള്ള എല്ലാവരും സഭാപിതാക്കന്മാരാണെന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. സഭയുടെ പഠനം അങ്ങനെയല്ല. സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് ഇവരാണ് എന്നുള്ളത് ഇത് സഭയുടെ പഠനത്തിൽ തന്നെ ഉള്ളതാണോ? അതെ, വായിച്ചു. ബ്രദർ വെറുതെ സഭാപിതാക്കന്മാർ ആരാന്ന് അറിയുന്ന ഏതെങ്കിലും അച്ഛന്മാരോട് ചോദിച്ചു അവർ പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത് വായിച്ചോ. പട്രോളജി എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആദിമ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത് പട്രോളജി. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കിക്കോ. ഇങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം സഭാപിതാക്കന്മാരായിട്ട് സഭ അംഗീകരിക്കുന്ന ഇത്രയും പറ്റും. അപ്പോ ശരി, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇപ്പോഴത്തെ ഈ മാർപ്പാപ്പ മുതൽ മെത്രാന്മാരും ആയിട്ടുള്ളവരാരും പിതാക്കന്മാരുടെ പദവിയിലല്ല എന്നാണ് ബ്രദർ പറയുന്നത്.
എന്റെ അഭിപ്രായമല്ല, ഞാൻ പറഞ്ഞു സഭയുടെ അഭിപ്രായമാണ്. ബ്രദർ വേണമെങ്കിൽ വായിച്ചു എതിർപ്പുണ്ടെങ്കിൽ. ബ്രദർ വായിക്കാത്തതുകൊണ്ട് ബ്രദറിന് അത് എതിർപ്പ് തോന്നുന്നതാണ്. ഞാൻ പറയുന്നത് ഞാനത് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വെക്കാനുള്ള കാരണത്തിലാണ്. അതായത് കാലാകാലങ്ങളിൽ ബ്രദറിനറിയാലോ, മാർപ്പാപ്പമാരിൽ പോലും വഴിതെറ്റിയ മാർപ്പാപ്പമാരുണ്ടായിരുന്നു എന്നുള്ളത് സഭ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്, അംഗീകരിക്കുന്ന കാര്യമാണ്, സഭാ ചരിത്രങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല മേഖലകളിൽ മാനുഷികമായിട്ടുള്ള കൈകടത്തലുകളൊക്കെ ഒരുപാട് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഈ കൈകടത്തലിനൊപ്പം തന്നെ പലവിധ ദൈവവചന വിരുദ്ധമായ തിന്മകളും ഇതിന്റെ അകത്ത് കയറി പ്രവേശിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുറപ്പെട്ട് മൂടി ന്യായീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിക്കും ഇല്ല, ഒരു കത്തോലിക്കനും ഇല്ല. അതിനെ തുറന്നു കാണിക്കാനും അതിനെ സ്വതന്ത്രമായ മനസ്സോടെ ബ്രദർ തന്നെ തുടക്കം അഡ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ജനം വഴിതെറ്റി പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ എതിരഭിപ്രായം നമുക്ക് രണ്ടുപേർക്കും ഇല്ല. അതില്ല. അപ്പൊ ഈ ജനം വഴിതെറ്റി പോകുന്നതിന്റെ കാരണം ഒരു കാലത്ത് അധികാരികൾ ചെയ്തു വെച്ച തിന്മയാണെന്നുള്ളത് കണ്ണു തുറന്നു നോക്കുന്ന ഏതൊരു മനുഷ്യൻ മനസ്സിലാക്കും. ദൈവവചന വിരുദ്ധമായി ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ എതിർക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശരി, അത് ഒരു സെക്കൻഡ് നിർത്തിക്കൂ. നമ്മൾ അങ്ങനെ കണ്ണു തുറന്നു നോക്കി എതിർക്കേണ്ടതാണെന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എതിർക്കാൻ പോയാൽ സഭയും സഭാധികാരികളും ഉണ്ടാവുകയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നരകവാതിലുകൾ എന്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കർത്താവ് ഇടപെടേണ്ട സമയത്ത് കർത്താവ് ഇടപെട്ട് തിന്മകളെ നീക്കം ചെയ്ത ചരിത്രങ്ങളും സഭയിലുണ്ട്. കർത്താവ് ഇടപെടേണ്ട സമയത്ത് കർത്താവ് ഇടപെടും. ആ സമയത്ത് അതിന് മതിയായ രീതിയിൽ അവിടുത്തെ ആത്മാവ് സമൂഹത്തിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് മാറ്റങ്ങളുണ്ടാവും. നമ്മൾ ഈ ബലം പ്രയോഗിക്കാൻ പോയാൽ സംഭവം പ്രശ്നമായി പോകും, സഭയുടെ കട്ടറപ്പ് പോകും. പറയും. കർത്താവ് സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭ. ഉറപ്പാണോ? സംശയം ഉണ്ടാക്കാൻ. അപ്പൊ പൗരസ്ത്യ സഭകളാ? ഇതെല്ലാം കത്തോലിക്ക സഭയിലാണ് പെടുന്നത്, ക്രിസ്തീയ സഭ അല്ലെന്ന്. ഓർത്തഡോക്സ് സഭയും അല്ലെങ്കിൽ കോപ്റ്റിക് സഭയൊന്നും ഈ കത്തോലിക്ക സഭയിൽ പെടുന്നില്ലല്ലോ. അത് എനിക്ക് അതിന്റെ വ്യക്തമായ ഒരു കാരണം പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്നാലും അത്രയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പഠിക്കണം, ഈ കത്തോലിക്ക സഭ ഒരു മിനിറ്റ് പറഞ്ഞപ്പോ ഞാൻ ബ്രദർ അനുവദിച്ച സമയത്താണ് ഞാൻ ചോദിച്ചു. അപ്പൊ നമ്മൾ പഠിക്കണം. ഒന്ന് പാശ്ചാത്യ സഭയുണ്ട്, രണ്ട് പൗരസ്ത്യ സഭയുണ്ട്, രണ്ട് സഭകളുണ്ട്. ഈ രണ്ട് സഭകളിലും തന്നെ പെടാത്ത പല സഭകളും പല കാര്യങ്ങളും ഉണ്ട്. അപ്പസ്തോലിക പാരമ്പര്യം പേറുന്ന, പ്രത്യേകിച്ച് ക്രിസ്തു വിശ്വാസം വളർന്നു വന്നത് എപ്പോഴും നമ്മൾ നോക്കിയ പാശ്ചാത്യ സഭയിലല്ല, പൗരസ്ത്യ സഭയിലാണ്. ഈ വിശ്വാസം തുടർന്നു വന്നത് പൗരസ്ത്യ സഭയിലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ഇന്നും അതിശക്തമായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യം വലിയ പ്രതിസന്ധികളും വലിയ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിറിയ പോലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും പല സ്ഥലങ്ങളിലും ഇന്നും പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലാന്നല്ല. നമ്മൾ വെളിപ്പാടിൽ പറയുന്ന എഫേസസിലെ അല്ലെങ്കിൽ ആ പറയുന്ന സ്മരണ പോലെയുള്ള പല സഭകളും ഇന്നും ഇല്ല. നമുക്ക് നാമമാത്രമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ ഹാഗിയ സോഫിയ ചർച്ചുകൾ. ഇങ്ങനെ ഈ പറയുന്ന പാശ്ചാത്യ പൗരസ്ത്യ സഭകളെല്ലാം തന്നെയുണ്ട്. സഭയുടെ പൊതുവായ കാര്യത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തു സ്ഥാപിച്ച സഭ ഏതെന്ന് ചോദിച്ചാൽ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കും. സഭ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ എന്റെ രാജ്യം ഐഹികമല്ല. ക്രിസ്തു സ്ഥാപിച്ച സഭ നമ്മൾ നോക്കുമ്പോൾ ഈ ഡിനോമിനേഷനുകളെ കണ്ടിട്ട് അത് സഭയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അബദ്ധമാണ്, വലിയൊരു പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യനെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇപ്പോ കത്തോലിക്ക സഭയാണ് ക്രിസ്തു സ്ഥാപിച്ചതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അതിനെടുത്ത് വെക്കുന്നത്. ഏത് നരക കവാടങ്ങൾ. സാത്താൻ ഇതിന് പ്രബലപ്പെടത്തില്ല, ഇതിന് മേൽ ശക്തിപ്പെടാൻ പറ്റത്തില്ല, ഇരുമ്പാണി മേൽ തൊഴിക്കുന്ന പോലെ ഒന്ന് തൊഴിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അത് കാത്തലിക് ഡിനോമിനേഷൻ ആണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ലക്ഷക്കണക്കിന്. അല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഒരു സെക്കൻഡ് എനിക്ക് തരണം. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ബ്രദർ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മള് പുറമെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിലും കർത്താവ് സ്ഥാപിച്ച സഭ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. കർത്താവിന് വസിക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ട ഹൃദയങ്ങളാണ് കർത്താവിന്റെ സഭ. അപ്പൊ ആ കർത്താവിന് വസിക്കാൻ ഇടമുള്ള ജനതതി എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം കർത്താവിന്റെ സഭയിലെ അംഗങ്ങളാണ്. അത് ഏത് സഭയിലായാലും, കത്തോലിക്ക സഭയിലായാലും മറ്റ് സഭകളിലായാലും. ഞാനത് 100% അംഗീകരിക്കുന്നു. കാരണം സഭ എന്ന് പറയുന്നത് കൂട്ടപ്പെട്ട, തെരഞ്ഞെടുക്കപ്പെട്ട, വേർപെടുത്തപ്പെട്ട ഒരു കൂട്ടം. ഇത്രയേ ഉള്ളൂ അതിന്റെ അർത്ഥം. ഇതാണ് സഭ. അപ്പൊ ആ സഭ എന്ന് പറയുന്നത് ആ സഭയ്ക്കെതിരെ എന്ത് ചെയ്തില്ല? നരക കവാടങ്ങൾ പ്രബലപ്പെടുത്തില്ല. അപ്പൊ ബ്രദൽ ചിലപ്പോ സഭയിൽ അംഗമായിരിക്കും, ഞാൻ ആ സഭയിൽ അംഗമായിരിക്കും. നമുക്ക് അറിയത്തില്ല, കർത്താവിന് അറിയത്തില്ല. കർത്താവ് അനുദിനം സഭയോട് കൂട്ടിച്ചേർത്ത്, ദൈവമാണ് സഭയോട് കൂട്ടിച്ചേർത്തത്. ക്രിസ്തുവിന്റെ ശിരസായിരിക്കുന്ന സഭയോട് നമ്മളൊക്കെ കൂട്ടിച്ചേർത്ത്. അപ്പൊ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെതിരെ തിന്മ പ്രബലപ്പെടത്തില്ല. അതായത് ഈ സഭയ്ക്കെതിരെ, ആ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ സഭയ്ക്കെതിരെ സാത്താൻ ഒരു രീതിയിലും അതിന് വിജയിക്കാൻ പറ്റത്തില്ല. ചിലപ്പോ ഈ ഡിനോമിനേഷനുകൾക്കെതിരെ അല്ലെങ്കിൽ തീരുമാനങ്ങൾക്കെതിരെ, അധികാരികൾക്കെതിരെ പോലും പലതും ചെയ്യാൻ പറ്റും. മാർപ്പാപ്പമാർക്കെതിരെ പോലും പലതും ചെയ്യാൻ പറ്റും. മാർപ്പാപ്പയെ പോലും വഴിതെറ്റിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സഭ പോലും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. 10ാം നൂറ്റാണ്ടിലേക്കുള്ള മാർപ്പാപ്പമാരെ പോലും വഴിതെറ്റിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കരുത്
ഈ നരകം അല്ലെങ്കിൽ പിശാച് ഇതിനെതിരെ പ്രബലപ്പെടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രബലപ്പെടില്ല എന്നുള്ളത് അത് ഒരു സാധാ ലോക്കൽ, അതായത് ഇതിനെക്കുറിച്ച് യാതൊരുവിധ അടിസ്ഥാനവും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്ന വാദമാണ്. അത് ഇവിടെ പറയരുത്. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. സഭയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയെ, അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എവിടെ എത്ര പേരുണ്ടെങ്കിലും ശരി, അവരെ വഴിതെറ്റിക്കാൻ ചെലുത്താൻ സാധിക്കില്ല. സാധിക്കില്ല എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഈ പറയുന്ന അധികാരങ്ങളെ അല്ലെങ്കിൽ ഈ ഡിനോമിനേഷനുകളെ ഇന്ന് ഈ പറയുന്ന പലതിനെയും വഴിതെറ്റിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങൾ പോലെ തന്നെ പലവിധ തിന്മകളും പലവിധ തെറ്റായ പഠനങ്ങളും വന്നിട്ടുണ്ട്. പാപമോചന ചീട്ടുകൾ വരെ നമ്മളോട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സഭ പോലും അത് അംഗീകരിച്ചിട്ടുണ്ട്. പാപമോചന ചീട്ട് കൊടുത്തത് തെറ്റാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. പലതും നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സാത്താൻ പ്രബലപ്പെടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ പ്രശ്നം തീർന്നു. അപ്പൊ ഞാനിവിടെ ഒരു സെക്കൻഡ് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ കാര്യമായ വ്യതിയാനങ്ങളില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. ചെറിയ കാര്യങ്ങളിലാണ് നമ്മുടെ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളും. ഞാനിതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം വിശ്വാസികൾ വഴിതെറ്റിപ്പോകുന്നു. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന വിശ്വാസികൾ സത്യം മനസ്സിലാക്കണം, സത്യം തിരിച്ചറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേ പോയിന്റിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയി ഒരു രൂപ ഇപ്പൊ അന്തരിനാളിന്റെ തിരുനാൾ നടക്കുന്ന ആ ദേവാലയത്തിൽ ഞാൻ പോയി ഈ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ അവിടെ നേർച്ചയിടാനോ അവിടെ പോകാനോ ഞാൻ പോകാറില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ആ രൂപത്തിന്റെ മുമ്പിൽ പോകുമ്പോൾ ഞാൻ ചെന്ന് നിന്ന് പുണ്യാള എന്നെ അനുഗ്രഹിക്കണേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നല്ലാതെ ഞാൻ നിന്നെ ആരാധിക്കുന്നു കുമ്പിടുന്നു എന്ന് ഞാൻ പറയാറില്ല. നീ സ്വർഗീയ മധ്യസ്ഥനായിട്ട് സഭ പ്രഖ്യാപിച്ച പുണ്യ ജീവിതം കഴിച്ച ആളാണ് അന്തോനിയോസ് പുണ്യാളൻ. അങ്ങനെ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ദൈവികോന്മുഖമായി അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്ന് നമ്മൾ ആലോചിക്കും. ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങേരുടെ ജീവിത രീതികളെ പകർത്താൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സാധിക്കാതെ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കും. വിശുദ്ധ അതിനുശേഷം ഈ രൂപങ്ങളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു. എന്താ പ്രാർത്ഥിക്കുന്നത്? ഈ വിശുദ്ധന്റെ രൂപത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നത് എന്താണ്? വിശുദ്ധന്റെ രൂപത്തിന് മുമ്പിൽ പോയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ ആരാ ഉള്ളത്? നമ്മുടെ ഉള്ളിൽ ദൈവം കർത്താവുണ്ട്. ഉറപ്പല്ലേ? ഉണ്ട്. യേശുവിന്റെ ശരീരക്തങ്ങളാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് പിന്നെ ഈ വിശുദ്ധന്റെ അടുത്ത് പോയിട്ട് എന്റെ പ്രാർത്ഥന കേൾക്കണമെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുമ്പോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തിന് മുമ്പിൽ പോയി കുമ്പിടുന്നത്, ഈ വിഗ്രഹത്തിന് മുമ്പിൽ പോയി തൊട്ടുമുട്ടുന്നത്, ഈ വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ബ്രദർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമോ? എല്ലാ ദിവസവും ഇല്ല. ഒരു പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വന്നില്ലേ? നമ്മളുടെ കൂടെ ഇല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്തിനാ? അത് ഓരോ വ്യക്തിക്കും കർത്താവ് അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. വിശുദ്ധരെ സമൂഹത്തിന് കൊടുത്തത് അല്ല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു കേട്ടെ. അല്ലെന്നേ ഓക്കെ. അതായത് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു. ക്രിസ്തു സർവശക്തനാണ്, അധികാരിയാണ്, ആധിപതിയാണ്, സൃഷ്ടാവാണ്. ഈ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യാതൊന്നിന്റെ മുമ്പിൽ തലവരിക്കേണ്ട കാര്യമില്ല. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലും പോയി തലവരിക്കേണ്ട കാര്യമില്ല. ഒരു വിഗ്രഹത്തോട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. എന്നെ പൊന്നു ബ്രദറെ, ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങളെ കോൾ എടുക്കും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കണം അറിയാമോ? നിങ്ങൾ ഇവിടുത്തെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ അടുത്ത് പോയിട്ട് പറയാണ്, എന്റെ പൊന്നെണ്ണ എന്തെങ്കിലും നടത്തി തരണേന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ബ്രദർ പറഞ്ഞത്. ഇതിന്റെ ആവശ്യമില്ല. ഇതിന്റെ യാതൊരു ആവശ്യമില്ല. ബ്രദർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് യോജിപ്പുണ്ട്. വിശുദ്ധരെ സഭ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശുദ്ധന്റെ ജീവചരിത്രം പരിശോധിക്കുക. എങ്ങനെ ആ വിശുദ്ധനായി എന്നുള്ളത് ചിന്തിക്കുക. എനിക്ക് എങ്ങനെ ആ വിശുദ്ധനെ പോലെ ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധനാകാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുക. യാതൊരുവിധ വിശുദ്ധന്റെ മുമ്പിൽ പോയിട്ട് എന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. കാരണം എന്റെ ഉള്ളിൽ ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു എന്റെ കാര്യം നടത്തി തരുമെന്ന് വിശ്വസിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ഞാൻ സ്വീകരിച്ച വിശുദ്ധ കുർബാന എതിരെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രിസ്തു എന്റെ ഉള്ളിലുണ്ടായിട്ട് പോയിട്ട് ഏതെങ്കിലും വിഗ്രഹത്തിന്റെ അടുത്ത് എന്റെ കാര്യം നടത്തി തരാൻ പോയി പറയുന്നതിലും വലിയ അബദ്ധം വേറെ ക്രിസ്ത്യാനിക്ക് അല്ല. കഴിഞ്ഞോ?
വിശുദ്ധരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധരുടെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് ഞാൻ തന്നിരിക്കുന്നു. അംഗീകരിച്ചു. നമ്മൾ അവരെ ബഹുമാനിക്കുമ്പോൾ നല്ലത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കാലെന്ന് പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഉള്ളിലിരിക്കുന്ന ക്രിസ്തു നമ്മളോടൊപ്പം ഉണ്ട്. ഈ വിശുദ്ധൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന യാതൊരുവിധ അടിസ്ഥാനമില്ല. ഈ വിശുദ്ധൻ നിങ്ങളുടെ പ്രാർത്ഥന അറിയുന്ന യാതൊരുവിധ അടിസ്ഥാനമില്ല. ഈ വിശുദ്ധൻ നിങ്ങൾ കേരളത്തിലെ അറിയാലെന്നോ നമുക്ക് ഉറപ്പില്ല. അങ്ങനെ അറിയാലെന്നോ തെളിയിക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല. ആകാശത്തേക്ക് വെടിവെക്കുന്ന പോലെ കിട്ടി പോയാൽ ആയിക്കോട്ടെ. വിശുദ്ധനാണ്, വിശുദ്ധനോട് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. ഉള്ളിലിരിക്കുന്ന ക്രിസ്തു ഉണ്ടായിട്ട് പിന്നെ എന്തിനിത് ചെയ്യുന്നു അത് പറയേ. അതിന്റെ അർത്ഥം എനിക്ക് ആദരവാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നിങ്ങൾക്ക് ക്രിസ്തുവിൽ വിശ്വാസമില്ല. നിങ്ങൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ ബോധ്യമില്ല. അതുകൊണ്ടാണ് പോയി വിഗ്രഹത്തിന് മുമ്പേ പോയി കുമ്പിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധന്മാരെയൊക്കെ സഭയ്ക്ക് കിട്ടിയതെന്തിനാ? അവര് ക്രിസ്തുവിന് വേണ്ടി പോരാടിയതിന് ഈ ഒരു കാര്യം അറിയാലല്ലേ, വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചവരെ പിന്നീട് വിശുദ്ധ പദവിയിൽ മാറ്റിയിട്ടുണ്ടെന്നുള്ള അറിയാലോ. അതൊക്കെ ഉണ്ടാവും. പദവിയിൽ മാറ്റേണ്ട സാഹചര്യങ്ങൾ അപ്പൊ വിശുദ്ധരെ കുറിച്ചുള്ള ചിന്ത അവിടെ തന്നെ നമ്മള്, അതായത് സഭ വിശുദ്ധരായിട്ട് തിരുത്തണമല്ലോ. സഭ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചവരും ദൈവം വിശുദ്ധരായിട്ട് കാണുന്നവരും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുകയാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ യാതൊരുവിധ വിഗ്രഹത്തിന് മുമ്പിൽ പോയി കുമ്പിടുന്ന കാര്യമില്ലെന്നേ. അങ്ങനെ കുമ്പിടുന്നവൻ ക്രിസ്തുവിനെ അവഹേളിക്കുന്നു. അങ്ങനെ കുമ്പിടുന്നവൻ ക്രിസ്തുവിനെ അപമാനിക്കുന്നു. ദൈവത്തിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. തെളിവടക്കമാണ് പറയുന്നത്. ഞാൻ പറയട്ടെ. യേശു ക്രിസ്തു പറഞ്ഞ എന്നേക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന് എനിക്ക് യോഗ്യനല്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ ബഹുമാനിക്കണം. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ റെസ്പെക്ട് ചെയ്യണം. എന്റെ ഉള്ളിൽ യേശുവിന്റെ ശരീര രക്തമാണെന്ന് വിശ്വസിച്ചേ മതിയാകൂ. അതിന് വിരുദ്ധമായി ബ്രദർ ഈ ചെയ്ത പ്രവൃത്തി തിന്മയാണ് ബ്രദറെ. അത് അംഗീകരിച്ചേ പറ്റൂ. അതിനു വേണ്ടി ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോട്ടോ യാതൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുകയല്ല ബ്രദറെ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വാദിച്ച് ജയിക്കാനായിട്ട് നമുക്ക് ഞാൻ പറയുന്നത് നിങ്ങളെ മനസാക്ഷി വെച്ച് ബ്രദർ ചിന്തിച്ചു. ബ്രദറിന്റെ തുറന്ന മനസാക്ഷി വെച്ച് ഒരു കണ്ണാടി ഉപയോഗിക്കാതിരിക്കുക. കത്തോലിക്ക കണ്ണാടി മാറ്റി വെക്കുക. ഒരു സഭയുടെ കണ്ണാടി ഉപയോഗിക്കാതെ നമ്മൾ ഇതെന്റെ യേശുവിന്റെ ശരീരമാണ് എന്റെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനെ ഈ വിഗ്രഹത്തിന് മുമ്പിൽ പോയി നമ്മൾ നിൽക്കുന്നു? ഇതിനെ തൊട്ടുമുട്ടേണ്ട കാര്യമല്ല. ഇതിനോട് യാചിക്കേണ്ട കാര്യമല്ല. ഒരു കാര്യം അങ്ങനെയുള്ള യാചനകളൊന്നും ഇല്ലെന്നേ. നമ്മള് എനിക്ക് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയാണ്, ഞാൻ രൂപത്തിന്റെ മുമ്പിൽ പോകുമ്പോഴത്തേക്ക് അത് ആ വിശുദ്ധന്റെ ജീവിതത്തെ പ്രതി, വിശുദ്ധന് കിട്ടിയ ആ സ്ഥാനത്തെ പ്രതി ആ വിശുദ്ധനെ ആദരിക്കലാണ്. വിശുദ്ധനെ ആദരിക്കുമ്പോൾ ബഹുമാനിക്കുമ്പോൾ ആ വിശുദ്ധൻ ദൈവസന്നിധിയിലുള്ള ആളാണ്. അപ്പം ആ വിശുദ്ധനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. വിശുദ്ധന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. എന്റെ ഉള്ളിലുള്ള കർത്താവ് എന്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ കർത്താവിലുണ്ട് എന്ന് നമ്മള് കർത്താവിനോട് നിരന്തരം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിരന്തരം ദൈവത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ജീവിതങ്ങളെ ആദരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസാക്ഷിക്കും കാര്യം മനസ്സിലായത്, എനിക്കും കാര്യം മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ പോയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വെറും മണ്ടത്തരമാണ്. യേശു പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ എതിരാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിയും. അത് മനസാക്ഷിയോട് ചോദിക്കുക, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനേക്ക് എതിർക്കുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. കാരണം എനിക്കിപ്പോ അടുത്ത കാര്യങ്ങളിലേക്ക്, കാരണം ഒത്തിരി നേരം സംസാരിക്കാനുള്ള സമയമില്ല. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നതിന് ഒറ്റ വിഷയമേ ഉള്ളൂ. വിശ്വാസികൾ വഴിതെറ്റി പോകുന്നു. അതിന്റെ കാരണം അധികാരികളാണ്. അധികാരികൾ കണ്ണുറക്കണം, വിശ്വാസികൾ കണ്ണുറക്കണം. ഇതിനു വേണ്ടിയിട്ട് ബ്രദറിന്റെ വഴിക്ക് നീങ്ങിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. ശുഭമായി ഭവിക്കട്ടെ. എല്ലാം വരട്ടെ. വിശ്വാസികൾ കണ്ണുറക്കട്ടെ, സത്യം തിരിച്ചറിയട്ടെ. അപ്പൊ ബ്രദറിന്റെ മനസാക്ഷിക്കും കാര്യങ്ങൾ ബോധ്യം വരട്ടെ. അത്രേ ഉള്ളൂ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ.